നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ യൂട്യൂബർ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു പുതിയ അപ്ഡേറ്റ് യൂട്യൂബ് കൊണ്ടുവരാനായിട്ട് പോവുകയാണ്. നമുക്കറിയാം, യൂട്യൂബിലായിക്കോട്ടെ, ഫേസ്ബുക്കിലായിക്കോട്ടെ, ഏതൊരു സോഷ്യൽ മീഡിയയിലായാലും ക്രിയേറ്റേഴ്സ് ഏറ്റവും കൂടുതൽ മേടിക്കുന്നത് എന്തിനാണ്? യൂട്യൂബിന്റെയും ഫേസ്ബുക്കിന്റെയും ഒക്കെ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ പോളിസീസിനെയാണ്. ചിലപ്പോൾ നമുക്ക് ഈ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ പോളിസീസ് കറക്റ്റ് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മുടെ പേജും നമ്മുടെ ചാനലും ഒക്കെ ഡിസേബിൾ ആയി പോകും, അല്ലെങ്കിൽ ടെർമിനേറ്റ് ആയി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ എൻ്റെ പല സുഹൃത്തുക്കളുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ നല്ല റീച്ചൊക്കെ ഉള്ള ഒരുപാട് ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകളും ഫേസ്ബുക്ക് അക്കൗണ്ടുകളും വാട്സപ്പും ഒക്കെ ടെർമിനേറ്റ് ആയി പോയി. അതായത് ഈ പോളിസി വയലേഷൻ ആണ്. കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ എന്ന് പറയുന്ന പോളിസി വയലേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ ഈ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ പോളിസി വയലേഷനിലൂടെ അക്കൗണ്ടുകൾ ടെർമിനേറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് തിരിച്ചെടുക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഒരു 99% കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ പോളിസീസിലൂടെ ടെർമിനേറ്റ് ആയി പോകുന്ന പേജുകളോ ചാനലുകളോ ഒന്നും തിരിച്ചെടുക്കാനായിട്ട് സാധിക്കാറില്ല. ഇനി എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് കാരണമാണ് ഈ സ്ട്രൈക്ക് വന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് അത് തിരിച്ചെടുക്കാനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ സ്ട്രൈക്കുകൾ വരുന്ന ഒന്നും മിസ്റ്റേക്കിലൂടെ അങ്ങനെ വരാറില്ല, വളരെ ചുരുക്കമേ ഉള്ളൂ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മുടെ ചാനൽ ഒരു കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ സ്ട്രൈക്ക് വന്നു കഴിഞ്ഞാൽ 3 മാസം നമ്മുടെ ചാനലിൽ ആ സ്ട്രൈക്ക് കിടക്കും. അതിനുശേഷമായിരിക്കും അത് എക്സ്പയർ ആകുക. അപ്പൊ ഈ 3 മാസത്തിനുള്ളിൽ വീണ്ടും ഒരു 2 സ്ട്രൈക്ക് കൂടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ തന്നെ ടെർമിനേറ്റ് ആയിക്കും. പലപ്പോഴും ചെറിയ ചെറിയ കാരണങ്ങൾക്കൊക്കെ ആയിരിക്കും ഈ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ സ്ട്രൈക്കുകൾ വരുന്നത്. അപ്പൊ യൂട്യൂബിന് തന്നെ അറിയാം, ഈ സ്ട്രൈക്ക് വന്ന് ചാനലുകൾ പോകുന്നത് അത്ര നല്ല കാര്യമല്ല. ഒരുപാട് പേരുടെ ചാനലുകൾ ഈ പോളിസി കാരണം നഷ്ടപ്പെടുന്നുണ്ടെന്നുള്ള കാര്യം യൂട്യൂബിന് അറിയാം. അതുകൊണ്ട് തന്നെ യൂട്യൂബ് ഒരു വർഷത്തിനുള്ളിൽ ഒരുപാട് മാറ്റങ്ങൾ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈനുമായിട്ട് ബന്ധപ്പെട്ട് കൊണ്ടുവരുന്നു. അതിൽ ഏറ്റവും വലിയൊരു മാറ്റമായിരുന്നു ഈ വാർണിംഗ് സ്ട്രൈക്ക് തരുന്നത്. അതായത് ഡയറക്റ്റ് ഒരു സ്ട്രൈക്ക് തരുന്നതിന് മുമ്പ് ഒരു വാർണിംഗ് സ്ട്രൈക്ക് തരുന്നു. അതിനുശേഷം പിന്നെ ഒരു മാറ്റം കൊണ്ടുവന്നത് ഓരോ കാറ്റഗറി, ഓരോ പോളിസീസിലും സ്ട്രൈക്ക് വരുമ്പം സെപ്പറേറ്റ് ആയിട്ട് വാർണിംഗ് സ്ട്രൈക്കുകൾ തരുന്ന ഒരു സംഭവം കൊണ്ടുവരുന്നത്. അപ്പം അടുപ്പിച്ച് നമ്മൾ ഒരേ പോളിസി 2 പ്രാവശ്യം വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരു സ്ട്രൈക്കായിട്ട് മാറും. അപ്പൊ അങ്ങനെയുള്ള കുറെ മാറ്റങ്ങൾ, അതായത് ഈ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ പോളിസീസിനെ മാക്സിമം ലൈറ്റ് ആക്കാനുള്ള കാര്യങ്ങളൊക്കെ ഇവർ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അതിലേക്ക് പുതിയൊരു കാര്യം കൂടെ യൂട്യൂബ് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. അതെന്താണെന്ന് പറയാം. അതിന് മുമ്പായിട്ട് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. യൂട്യൂബുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഇൻസ്റ്റാഗ്രാമിലൂടെ കോൺടാക്ട് ചെയ്യാം. പലർക്കും മെസ്സേജുകൾക്ക് റിപ്ലൈ കിട്ടുന്നില്ല എന്ന് പറഞ്ഞൊരു കംപ്ലൈന്റ് ഉണ്ട്. പലപ്പോഴും എനിക്ക് എല്ലാവരുടെയും മെസ്സേജുകൾക്ക് റിപ്ലൈ കൊടുക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ്. കാരണം ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്, മെയിൽ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിനെല്ലാം കൂടെ റിപ്ലൈ കൊടുക്കാൻ പോയി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു ദിവസത്തിൽ 24 മണിക്കൂർ നമ്മൾ ഈ ഒരു കാര്യം ചെയ്യാനായിട്ട് നമ്മുടെ സമയം നഷ്ടപ്പെടും. അതുകൊണ്ട് എല്ലാവർക്കും നമുക്ക് റിപ്ലൈ കൊടുക്കാനൊന്നും സാധിക്കാത്തൊരു സാഹചര്യമുണ്ട്. അപ്പൊ എന്നാലും നിങ്ങൾ മെസ്സേജ് അയക്കുന്നത് ഞാൻ കാണുന്നതിനനുസരിച്ചൊക്കെ എല്ലാവർക്കും റിപ്ലൈ തരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇവിടെ അപ്ഡേറ്റ് വന്നിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യൂട്യൂബ് ഒഫീഷ്യലായിട്ട് ഒരു അനൗൺസ്മെന്റ് നടത്തിയതല്ല. യൂട്യൂബിന്റെ ഒഫീഷ്യൽ ഫോറത്തിൽ യൂട്യൂബിന്റെ ഗൂഗിളിന്റെ ഒരു എംപ്ലോയി ആണ് ഈ ഒരു കാര്യം അനൗൺസ് ചെയ്തിരിക്കുന്നത്, പറഞ്ഞിരിക്കുന്നത്. വി ആർ ടെസ്റ്റിംഗ് എ ന്യൂ ഫീച്ചർ ദാറ്റ് വുഡ് അലോ ക്രിയേറ്റർ ടു എഡിറ്റ് സം ഓഫ് their content if it's been age restricted or removed due to certain community guideline violation. അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ സ്ട്രൈക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയിൽ ഏത് ഭാഗത്ത് ഏത് പ്രശ്നം കൊണ്ടാണോ ആ സ്ട്രൈക്ക് വന്നത് ആ ഒരു ഭാഗം എഡിറ്റ് ചെയ്ത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതിനോടൊപ്പം ഈ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ സ്ട്രൈക്കും റിമൂവ് ആകും എന്നുള്ള ആ ഒരു വളരെ വലിയൊരു അപ്ഡേറ്റ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ ക്ലിയർ ആകാത്ത 1-2 കാര്യങ്ങളുണ്ട്. അതായത് യൂട്യൂബിന്റെ എല്ലാ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ പോളിസീസിനെ ഇത് ബാധകമാണോ എന്നുള്ള കാര്യം പറഞ്ഞിട്ടില്ല. സർട്ടൻ പോളിസീസ് എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അതിൽ മെയിൻ ആയിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഇഫ് ദ പ്രോബ്ലമാറ്റിക് പോർഷൻസ് ഓഫ് ദ വീഡിയോ ആർ അഡ്രസ്ഡ് ദ ഏജ് റെസ്ട്രിക്ഷൻ വിൽ ബി റിമൂവ്ഡ് ഓർ ദ വീഡിയോ വിൽ ബി പുട്ട് ബാക്ക് ഓൺ യൂട്യൂബ്. അതായത് നമ്മൾ മുമ്പ് ആദ്യം വായിച്ചതിന്റെ വാക്യമായിട്ടാണ് ഈ കൊടുത്തിരിക്കുന്നത്. അതായത് ഏജ് റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണെന്നുണ്ടെങ്കിൽ അതിലെ പ്രോബ്ലം ഉള്ള ഭാഗം ഡിലീറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ ആ വീഡിയോ തിരിച്ചു വരുമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ എല്ലാ പോളിസീസിലും ഒരുപക്ഷെ ഇത് ബാധകമായിരിക്കത്തില്ല. ചില സർട്ടൻ പോളിസീസിൽ മാത്രമേ ഇത് ബാധകമാകാൻ സാധ്യതയുള്ളൂ. ഈ ഒരു ഫീച്ചർ ഇപ്പം യൂട്യൂബ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇവരിവിടെ പറഞ്ഞിരിക്കുന്നത് സെപ്റ്റംബർ 19 ഈ ഒരു പോസ്റ്റ് വന്നിട്ടുള്ളത്. അപ്പം സെപ്റ്റംബർ 19 ശേഷം ഇത് എക്സ്പെരിമെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. എലിജിബിൾ ആയിട്ടുള്ള ക്രിയേറ്റേഴ്സിന് ഇതേപോലുള്ള കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ സ്ട്രൈക്ക് വല്ലതും വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇങ്ങനെ വീഡിയോകൾ എഡിറ്റ് ചെയ്തുകൊണ്ട് അവരുടെ വീഡിയോ തിരിച്ചെടുക്കാനായിട്ടുള്ള ഒരു സൗകര്യം ഓൾറെഡി വന്നിട്ടുണ്ട്. ഇതൊരു ടെസ്റ്റിംഗ് പീരീഡിലാണ്. ഇത് സക്സസ് ആകുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ക്രിയേറ്റേഴ്സിനും ഈ ഒരു ഫീച്ചർ ലഭിക്കും. അതിലൂടെ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ എന്ന് പറയുന്ന വലിയ പ്രശ്നത്തെ ഒരു പരിധി വരെയൊക്കെ നമുക്ക് മാനേജ് ചെയ്ത് പോകാനായിട്ട് സാധിക്കുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ ഒരു അപ്ഡേറ്റ് യൂസ്ഫുൾ ആയി മാറും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് കമന്റിലൂടെ അറിയിക്കുക. ഒപ്പം തന്നെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്തെന്ന് കരുതുന്നു. ലൈക്ക് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്കോടെ ചെയ്തേക്കുക. ഡൗട്ട്സ് കമന്റുകളായിട്ട് അറിയിക്കുക. ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് വായിക്കാം. നമ്മുടെ ടെലഗ്രാം ചാനലും ടെലഗ്രാം ഗ്രൂപ്പും നിങ്ങൾ ഫോളോ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ എന്താണ് ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.